ദുബായിൽ ഏറ്റവും അധികം എൻക്വയറി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്, റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റാണ് ടൗൺ ഹൗസ് എന്ന് പറയുന്നത്. അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ടൗൺ ഹൗസ് ഉണ്ട്, വില്ലാസ് ഉണ്ട്. ഏറ്റവും നമ്പർ ഇപ്പം 100 പ്രോപ്പർട്ടി ദുബായിലുണ്ടെങ്കിൽ അതിൽ 5 എണ്ണം മാത്രമാണ് വില്ലാസ്, അതിൽ 15 എണ്ണം ടൗൺ ഹൗസും ബാക്കി 80 എണ്ണം അപ്പാർട്ട്മെൻറ്റുകളുമാണ്. അപ്പോൾ ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു അഫോർഡബിൾ സെഗ്മെൻ്റ് ആണ്. വില്ലാസ് വാങ്ങാൻ കപ്പാസിറ്റി ഇല്ല, എന്നാൽ അപ്പാർട്ട്മെൻറ്റ് താമസിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് മെജോറിറ്റി. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈ കാണുന്ന ടൗൺ ഹൗസ്. ഡെമാക്കിൾസ് 2 എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ടൗൺ ഹൗസ് ആണ്. ഡെമാക്കിൾസ് 2 എന്ന് പറയുന്നത് പണ്ട് അക്വായ ഓക്സിജൻ എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. സിറ്റിയിൽ നിന്ന് ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അതായത് ഡൗൺ ടൗൺ ബുർജ് ഖലീഫ ഏരിയയിൽ നിന്ന് 45 മിനിറ്റ് ഡ്രൈവിലാണ് ഈ കാണുന്ന കമ്മ്യൂണിറ്റി. ഇവിടെ പല പല ക്ലസ്റ്ററുകളുണ്ട്, 6000-ന് അധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മോൾസ് ഉണ്ട്, പാർക്കുണ്ട്, നല്ല കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കാണുന്ന ടൗൺ ഹൗസിൻ്റെ വില വരുന്ന അപ്രോക്സിമേറ്റ്ലി 4 കോടി രൂപയാണ്. ഇതിൽ 3 ബെഡ്റൂം ടൗൺ ഹൗസ് ആണ്. ഈ 3 ബെഡ്റൂം ടൗൺ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഏകദേശം 1800 സ്ക്വയർ ഫീറ്റോളം ബിൽട്ടപ്പ് ഏരിയ വരുന്നുണ്ട്. 2 കാർ പാർക്കിംഗ് ഉണ്ട്, ബാക്കിലൊരു ഗാർഡൻ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇൻസൈഡ് ടൂറ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ആദ്യം ഞാൻ ജനറലായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ദുബായ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി ദുബായിൽ അധികം ഇല്ല, വളരെ സിറ്റിയിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവിലാണ് എല്ലാ കമ്മ്യൂണിറ്റികളും. അപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വുഡ്സ് ഉണ്ട്, വില്ലനോവ ഉണ്ട്, അങ്ങനെ പല പല ദുബായ് പ്രോപ്പർട്ടീസിൻ്റെ വില്ല കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി ദുബായിലത് ഡെമാക്കിൾസ് 2 ആണ്. അതിൻ്റെ ഫസ്റ്റ് റീസൺ, ഇത് സിറ്റിയിൽ നിന്നൊരു 45 മിനിറ്റ് ഡ്രൈവിലാണ്, ഡൗൺ ടൗൺ 45 മിനിറ്റ് വരുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി വരുന്നത്. ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ചെറിയ ടൗൺ ഹൗസുകളാണ്. അപ്പോൾ ഈ കാണുന്ന ടൗൺ ഹൗസ് നമുക്ക് എങ്ങനെ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില 4 കോടി രൂപയാണ്. നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു റെഡി പ്രോപ്പർട്ടി, കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു 20%, അതായത് ഒരു 80 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലിരിക്കും. മാസം നമുക്ക് ബാങ്കിലേക്ക് ഒരു 80,000 രൂപ, അതായത് ഒരു 4,000 ദിർഹംസ് മാസം ബാങ്കിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൗൺ ഹൗസ് സ്വന്തമാക്കാൻ പറ്റും. ഇനി ഇത് നമുക്കിത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ടൗൺ ഹൗസിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്, ഇത് വിറ്റ സമയത്തുള്ള പ്രൈസ് ദിർഹംസിൽ വരുമ്പോൾ 1.3 മില്യൺ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില 1.8 മില്യൺ ആണ്, അതായത് 5 ലക്ഷം ദിർഹംസ്, അതായത് ഒരു നാട്ടിൽ 1.5 കോടി രൂപ 4 വർഷം കൊണ്ട് ഇതിന് അപ്രീഷിയേഷൻ വന്നിട്ടുണ്ട്. അത് ഇനിയും കൂടത്തേ ഉള്ളൂ, കാരണം ടൗൺ ഹൗസ് ദുബായിൽ ഇല്ല, കമ്മ്യൂണിറ്റികൾ ദുബായിൽ ഇല്ല, എല്ലായിടത്തും അപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ ഇതിനൊരു ഡിമാൻഡുണ്ട്. ഇത് ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്താൽ ഏകദേശം 120,000, അതായത് നാട്ടിലെ 30 ലക്ഷം രൂപയോളം മാസം നമുക്ക് ഇതിൽ നിന്ന് റെൻറ്റ് കിട്ടും. ടോട്ടൽ നമുക്കൊരു വർഷം 30 ലക്ഷം രൂപ റെൻറ്റ് കിട്ടും. 30 ലക്ഷം രൂപ റെൻറ്റ് കിട്ടുമ്പോൾ മാസം നമുക്ക് 2 ലക്ഷം രൂപയോളം റെൻറ്റ് കിട്ടും. ഇതിൽ നമുക്ക് ബാങ്കിലേക്ക് അടയ്ക്കേണ്ടത് 80,000 രൂപയാണ്, ബാക്കി 1.5 ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിൽ ചെയ്യും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 80 ലക്ഷം രൂപ അടച്ചിട്ട് മാസം ഒരു 80,000 രൂപ അടയ്ക്കാൻ പറ്റുമെങ്കിൽ എല്ലാ മാസവും നമുക്കൊരു 1.5 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന ഒരു രീതിയിലാണ് ഈ ടൗൺ ഹൗസ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, താമസിക്കാനാണെങ്കിൽ പോലും ദുബായിലൊക്കെ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ഒക്കെ വാങ്ങുന്ന വിലയ്ക്ക് നമുക്ക് ഇവിടെ ഈ കാണുന്ന ടൗൺ ഹൗസ് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 6,000 പേര് താമസിക്കുന്നുണ്ട്. ഇത് പല പല ക്ലസ്റ്ററാണ്. ഇതിൽ ഏകദേശം 40-50 മുകളിൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഹോസ്പിറ്റൽ, എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പക്ഷേ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ്, സിറ്റിയിൽ നിന്ന് 45 മിനിറ്റ് ഡ്രൈവിലാണ്. അപ്പോൾ നമുക്ക് ടൗൺ ഹൗസ് വാങ്ങണം, വളരെ വിലക്കുറവിൽ വാങ്ങണമെങ്കിൽ ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻസ് ദുബായിലില്ല. പിന്നെ സിറ്റിയോട് അടുക്കുന്നതനുസരിച്ച് വില കൂടും. അതുപോലെ നമുക്ക് വേറെ പല പല ചലഞ്ചസ് ഉണ്ട്. ഒരു എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല, ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണ്. ഏകദേശം ഒരു 3.5-4 സെൻറ്റ് സ്ഥലവും ഒരു 1800 സ്ക്വയർ ഫീറ്റുള്ള വീട്, 3 ബെഡ്റൂം. നമുക്ക് ഈ വീടിൻ്റെ, അതായത് ഈ ടൗൺ ഹൗസിൻ്റെ ഇൻസൈഡ് ഒന്ന് കണ്ടുവരാം. നമ്മൾ ഈ കാണുന്നത് പോലെ ഈ കാർ പാർക്കിങ്ങിൽ 2 കാർ ഇടാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 കാർ വരെ ഇടാം. പിന്നെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ എൻട്രൻസിൽ വരുമ്പോൾ നമുക്കൊരു ലിവിങ് കം ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ കാണുന്ന സ്റ്റെയർ കേസ് ആണ്, ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. പിന്നെ നമുക്കൊരു ക്ലോസ്ഡ് കിച്ചൺ ഉണ്ട്. ക്ലോസ്ഡ് കിച്ചൺ ടൗൺ ഹൗസിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്നത്, എപ്പോഴും ഓപ്പൺ കിച്ചൺ ആയിരിക്കും. ഇപ്പോൾ ഈ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക്, ഒരു 6 പേരുടെ ഫാമിലിക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിവിങ് കം ഡൈനിങ് ഏരിയ, ക്ലോസ്ഡ് കിച്ചൺ. ഈ കാണുന്ന ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3/9 ഒക്കെ വരുന്നൊരു ഗാർഡൻ ഏരിയ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അവിടെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം, ചെറിയൊരു പൂൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് മേളിലേക്ക് പോകുമ്പോൾ, ഈ സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് പോകുമ്പോൾ മുകളിൽ 3 ബെഡ്റൂംസ് ആണ്. 3 ബെഡ്റൂംസിൽ നമുക്ക് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമും ഒരു കോമൺ വാഷ്റൂമുമാണ് വരുന്നത്. റൂമൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരുപാട് സ്പേഷ്യസ് അല്ല. കാരണം 3 ബെഡ്റൂം എന്ന് പറയുന്നത് 1000 ഈ പറഞ്ഞ ചെറിയ സ്ക്വയർ ഫീറ്റിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്കൊരു വീട് വേണം, നല്ലൊരു പ്രൈവറ്റ് സ്പേസ് വേണം, ലാൻഡ് വേണം,
ഒരു ഫ്യൂച്ചർ അപ്രീസിയേഷൻ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് ലൈഫ് ഇഷ്ടമല്ലാത്ത ആൾക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ റൂംസിൻ്റെയൊക്കെ സൈസ് ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും. നമുക്ക് ചെറിയ ബാൽക്കണി ഉണ്ട്. റൂം ഈ വലിപ്പമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു 200 സ്ക്വയർ ഫീറ്റ് താഴെ മാത്രം വരുന്ന ചെറിയൊരു റൂമാണ്. അങ്ങനത്തെ റൂംസാണ് എല്ലാം. മാസ്റ്റർ ബെഡ്റൂംസും അങ്ങനെ തന്നെയാണ്. ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്, ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് നമുക്ക് ടെറസിൻ്റെ ആക്സസും ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, ക്ലോസ്ഡ് കിച്ചൺ ആണ്, കോമൺ വാഷ്റൂം ഉണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ സ്റ്റോറേജും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ 3 ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം, ഒരു കോമൺ വാഷ്റൂം, മുകളിൽ ബാൽക്കണി ആക്സസും ഉണ്ട്, അതായത് നമുക്ക് റൂഫ് ആക്സസും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് ഒരു ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ദുബായിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വീട്. ഇതിന് അപ്രോക്സിമേറ്റ്ലി 4 കോടി രൂപ വരും. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ദുബായിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വീടാണ്. വീടെന്ന് പറയുമ്പോൾ ലാൻഡ് ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പാർട്ട്മെൻ്റ് അല്ല. അപ്പോൾ ടൗൺ ഹൗസ് എന്നാണെന്ന് പറയുക. ഇതിൽ നമുക്ക് ഒരു 4 കോടി രൂപയാണ് വില വരിക. 4 കോടി രൂപയ്ക്ക് നമുക്ക് 80 ലക്ഷം രൂപയോളം നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് വരും. മാസം ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് EMI വരും. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ. ഇതാണ് ഇതിൻ്റെ എക്സ്പെൻസ്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മന്ത്ലി നമുക്ക് 2 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് EMI വരുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇൻകം ആയിട്ട് മാറും. 80 ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഇത് ഇപ്പോഴത്തെ ഒരു 4 വർഷം കൊണ്ട് തന്നെ ഏകദേശം 1.5 കോടി രൂപയോളം നമുക്കിതിന് അപ്രീഷിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ഇനി അത് കൂടുതൽ. കാരണം ടൗൺ ഹൗസ് UAE വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ കണക്ക് തന്നെ എങ്ങനെയാണ് വരുന്നത്, 1000 യൂണിറ്റുകൾ, റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ദുബായിൽ ഡെലിവർ ചെയ്യുമ്പോൾ അതിൽ 200 എണ്ണം മാത്രമാണ് ടൗൺ ഹൗസ് ഡെലിവർ ആകുന്നത്. ബാക്കി 800 അപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റുകളെക്കാട്ടും കൂടുതൽ ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റും കൂടെയാണ്. സപ്ലൈ കുറവാണ്. കാരണം അപ്പാർട്ട്മെൻറ്റ് പണിയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്ലോട്ടിൽ ചിലപ്പോൾ ഒരു 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലോട്ടിൽ നമുക്കൊരു 10-600 യൂണിറ്റ് അപ്പാർട്ട്മെൻറ്റ് പണിയാൻ പറ്റും. ഡിപ്പെൻസ് ഓൺ ദ ഫ്ലോർ. ഇപ്പോൾ 50-60 ഫ്ലോർ ഉണ്ടെങ്കിൽ അത്ര അപ്പാർട്ട്മെൻറ്റ് പണിയാൻ പറ്റും. പക്ഷേ ടൗൺ ഹൗസ് എന്ന് പറയുമ്പോൾ ലാൻഡ് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ഡെവലപ്പേഴ്സിനും പറ്റില്ല പണിയാൻ. വളരെ ചലഞ്ചിങ് ആണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്, പ്രോഫിറ്റ് കുറവാണ് ടൗൺ ഹൗസ് പണിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ടൗൺ ഹൗസുകൾ അധികം ഡെവലപ്പേഴ്സ് പണിയാത്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും സിറ്റിയിൽ നിന്ന് 45 മിനിറ്റ് ഡ്രൈവ് ഉള്ളത് കൊണ്ടുമാണ് ഈ വിലയ്ക്ക് കിട്ടുന്നത്. പക്ഷേ ഒരുപാട് ഫോറിനേഴ്സ്, ഏകദേശം ഒരു 50% ഫോറിനേഴ്സാണ്, അതായത് അതർ നാഷണാലിറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യൻസ് ഒരു 20% ഉള്ളൂ. ബാക്കി UK അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് 45 മിനിറ്റ് ഡ്രൈവ് വലിയൊരു കാര്യമല്ല. അപ്പോൾ അവരിത് വാങ്ങും. അതുകൊണ്ട് തന്നെ ഇനി വില കൂടും. ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ കുറവാണ്, സ്കേഴ്സിറ്റിയാണ്, മാർക്കറ്റിലുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള വീടുകൾ ദുബായിൽ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്യും. നമ്മുടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ചെറുതും വലുതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ എൻഡ് യൂസിനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ദുബായിലോ UAE അതായത് ഷാർജ, അബുദാബി, അജ്മാൻ, ദുബായ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹമുണ്ട്. അത് കൊമേഴ്ഷ്യൽ ആവാം, ലാൻഡ് ആവാം, ലേബർ ക്യാമ്പ് ആവാം, അതുപോലെ ടൗൺ ഹൗസ് ആവാം, വില്ലാസ് ആവാം, അപ്പാർട്ട്മെന്റുകൾ, എന്ത് വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് താഴെക്കാണ് നമ്പർ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ്, കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ആളുകൾക്ക് അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഇൻവെന്ററി നമ്മളിലുണ്ട്. അപ്പോൾ ആളുകൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു ഫ്രീ കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ, നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് ആണോ, ടൗൺ ഹൗസ് ആണോ, വില്ലാസ് ആണോ, ഏത് ലൊക്കേഷനാണ്, എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 100-ന് മുകളിൽ ഏജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സീ യു സൂൺ.